അവരുടെ ഈ ഓപ്പറേഷൻസിലൊക്കെ മാറ്റം വന്നു എന്നുള്ള കാര്യം NIA തിരിച്ചറിയുകയാണോ? അവർ ഈ ബോഡി ക്യാം അടക്കം അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ NIAയുടെ അന്വേഷണം ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ? ലക്ഷ്മി പത്മ, NIA വളരെ കരുതലോടെയുള്ള അന്വേഷണത്തിനാണ് NIA ഇപ്പോൾ കോപ്പ് കൂട്ടുന്നത്. പൽഗാമിൽ തന്നെ കഴിഞ്ഞ 3 ദിവസമായിട്ട് NIAയുടെ DIGയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഇവിടെ നിൽക്കുന്നുണ്ട്. അതേപോലെ ജമ്മു കാശ്മീരിൻ്റെ ഉന്നത പോലീസ് സംഘം അവരെ സഹായിക്കാറുണ്ട്. ഏതായാലും നമുക്കറിയാൻ പറ്റിയ പഹൽഗാമിൽ വളരെ 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 പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണ് ഇന്ത്യയിലെ NIAക്ക് ഇപ്പോൾ നടത്തേണ്ടി വരുന്നത്. കാരണം കാശ്മീരിലെ തീവ്രവാദികൾ അവരുടെ ആക്രമണ രീതി മാറ്റി. നേരത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ പട്ടാളത്തെ മാത്രവും അല്ലെങ്കിൽ ജമ്മു കാശ്മീർ പോലീസിനെ മാത്രവും ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്ന തീവ്രവാദികൾ ഇപ്പോൾ സാധാ ജനങ്ങളെയും ടൂറിസ്റ്റുകളെയും ലക്ഷ്യം വെക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു മാറ്റമാണ് NIA ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇതിനുവേണ്ടി എന്തൊക്കെ സൗകര്യങ്ങളാണ് ചെയ്യുന്നത്, അല്ലെ ആരൊക്കെയാണ് സ്ലീപ്പർ സെല്ല് ഇക്കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാൻ കഴിയുന്ന വളരെ പ്രത്യേകപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് വളരെ ദീർഘകാലം ഉപയോഗിച്ച് 1.5 വർഷത്തോളം സമയമെടുത്ത് നടപ്പിലാക്കിയ ഒരു ആക്രമണമാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ലീപ്പർ സെല്ലുകളാണ് ഇതിനെ സഹായിക്കുന്നത്. ഈ സ്ലീപ്പർ സെല്ലുകൾക്കുള്ള നടപടികളാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസ് നടത്തിയിരിക്കുന്നതും. അതുകൊണ്ടാണ് 248 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. പൽഗാമിൽ NIA ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചത് 276 പേരെയാണ്. ഇതിൽ 300ഓളം വരുന്ന അതായത് 300ഓളം വരുന്ന കച്ചവടക്കാരെ നേരത്തെ തന്നെ അവരുടെ മൊഴിയെടുത്തിരുന്നു, CCTV ക്യാമറകൾ എടുത്തിരുന്നു. ഇതൊക്കെ നടത്തുന്ന ഒരു സമഗ്ര അന്വേഷണത്തിനാണ് NIA ചെയ്യുന്നത്. ഇതേ സമയം തന്നെ ലക്ഷ്മി, അതിർത്തിയിൽ അശാന്തത പടരുകയാണ്. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ 3 സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യക്കെതിരെ ഒരു പ്രകോപനമില്ലാതെ യന്ത്രത്തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചിരുന്നു. ഇന്ത്യൻ പട്ടാളം തിരിച്ചടിച്ചു. അതുതന്നെ ഒരു ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും അതിർത്തിയിൽ സംഘർഷമാണ്. ഏതായാലും ജമ്മു കാശ്മീരെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘർഷത്തിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ലക്ഷ്മി, ശരത് ലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ പഹൽഗാമിൽ നിന്നും അവിടെ നിന്നും കൂടുതൽ ആ സൈന്യത്തിൻ്റെ ഓപ്പറേഷൻ ഒന്നും നമുക്ക് കാണിക്കാൻ കഴിയില്ല. പക്ഷേ കൃത്യമായ വിവരങ്ങൾ പഹൽഗാമിൽ നിന്ന് കിട്ടുകയാണ്. ഭീകരാക്രമണം ഉണ്ടായി പിറ്റേ ദിവസം തന്നെ ശരത് ലാൽ അവിടെ എത്തിയതാണ്. ഇപ്പോൾ അവിടെ എന്തായാലും വലിയ തോതിൽ നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് പ്രകോപനം എന്നുള്ള വാർത്തയാണ് അവിടെ നിന്നും വരുന്നത്. വെടിനിർത്തൽ കരാർ ലംഘിച്ചു റാംപൂർ തുട്മാരി സെക്ടറുകൾക്ക് സമീപമാണിപ്പോൾ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്.